ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ പല മൊബൈലിലും നമ്മൾ സ്റ്റക്ക് അനുഭവപ്പെടുന്നതിന് ഇപ്പോൾ ഒരു ഗെയിം കയറ്റുമ്പോൾ അങ്ങനത്തെ കാര്യത്തിനൊക്കെ വളരെ സ്റ്റക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ പഴയ മൊബൈൽ മോഡൽസിനാണ്, പഴയ എഡിഷനിലുള്ള മൊബൈൽ മോഡൽസിനാണ് ഇപ്പം സാംസങ് അത് ഗെയിമിങ്ങിനൊക്കെ പബ്ജിക്കൊക്കെ വളരെ സ്റ്റക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആപ്പ് ഓപ്പൺ ആക്കിയാൽ അത് വേഗം ഓപ്പൺ ആയിട്ട് വരില്ല. അതിനുള്ള ഇന്നത്തെ ഒരു പ്രോബ്ലം സോൾവിങ് വീഡിയോ ആണ് ഇന്ന്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ എനേബിൾ ചെയ്യാൻ പോകുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഡെവലപ്പർ ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ സെറ്റിങ്സിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് എബൌട്ട് ഡിവൈസ് എന്നെല്ലാം ഉണ്ടാവും. അപ്പോൾ എൻ്റെ എന്തെല്ലാം വന്നിട്ടുണ്ട്, എബൌട്ട് ഡിവൈസ് ഒന്ന് എടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്താക്കേണ്ടി വെച്ചാൽ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫോം ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ സാംസങ്ങിലായതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ഇല്ലാന്നെങ്കിൽ ഡിവൈസ് ഇൻഫോം അങ്ങനത്തെ ഇൻഫോം ഒന്നും ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾ ഒന്ന് വെക്കുക, ഒന്ന് ഫോക്കസ് ആയി വരട്ട്. അതിനുശേഷം നിങ്ങൾക്കിവിടെ ബിൽഡ് നമ്പർ എന്നുണ്ടാവും. ഇത് 7 വട്ടം ക്ലിക്ക് ചെയ്യണം. ഇപ്പം എനിക്ക് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഡെവലപ്പർ ഓപ്ഷൻ ഓൾറെഡി എനേബിൾ ചെയ്തതാണ്. ഇപ്പം എനിക്ക് നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട്. ഇപ്പം ഭയങ്കര എനിക്ക് ആപ്പിൽ ഓപ്പൺ ചെയ്യാൻ ഭയങ്കര സ്റ്റക്ക് ഉണ്ടായിരുന്നു. നല്ല ഇതിലൂടെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബിൽഡ് നമ്പർ നിങ്ങൾ 7 വട്ടം ക്ലിക്ക് ചെയ്തതാ ഇങ്ങനത്തെ ഒരു ഇത് വരും. നിങ്ങളെ 7, 6, 5 അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ആവശ്യമില്ല. അതിനുശേഷം നിങ്ങളൊന്ന് ബാക്ക് അടിക്കാം. ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നിങ്ങൾക്ക് എനേബിൾ ആയിട്ട് വരുമോ. അപ്പം ഞാനവിടെ ഡെവലപ്പർ ഓപ്ഷന് എനിക്ക് വന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 7 ടൈംസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരുത്ത്. അപ്പം നിങ്ങൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ നടിക്കുക. അപ്പോൾ ഓണായിട്ട് വരും. അതിനുശേഷം നിങ്ങളൊന്ന് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്താൽ കുറച്ചും കൂടി നല്ലോണം സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം ഇവിടെ വിൻഡോ ആനിമേഷൻ സ്കെയില്, ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയില്, അതുപോലെ തന്നെ ആനിമേറ്റർ ആനിമേഷൻ സ്കെയിലിൽ നിന്ന് കാണിക്കും. ഡ്യൂറേഷൻ സ്കെയില്. അപ്പോൾ നിങ്ങൾ വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്നെടുത്തോ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫാക്കണം. അത് അതിൻ്റെ അടിയിലത്തെ 3 എണ്ണം ഒന്ന് ഓഫാക്കണം. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഫാസ്റ്റാണ്, അതിനൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ 10 സെക്കൻഡ് ആക്കി. ശേഷം ഞാൻ ഇതൊന്ന് നക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതിൻ്റെ സ്ലോ. അപ്പോൾ ഇതിനെക്കൊണ്ട് ഇതാണ് ഉപകാരം. നമുക്ക് ആപ്പിൽ ഫാസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാൻ പറ്റും, സ്റ്റക്കെല്ലാം പോകുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ചെറിയ 2 ഓപ്ഷൻ 3 ഓപ്ഷൻ നിങ്ങൾക്ക് ഒന്ന് ഓഫാക്കിയിട്ടാൽ നിങ്ങൾക്ക് നല്ലൊരു ഫാസ്റ്റ് സ്മൂത്ത് ഉണ്ടാകുന്ന പ്രതീക്ഷ. അപ്പോൾ പ്രതീക്ഷ അല്ല, എൻ്റെ അനുഭവം ഉണ്ട്. നല്ല ആപ്പ് ഫാസ്റ്റ് ഓപ്പൺ ആവുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. 10 സെക്കൻഡ് ആക്കിയപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് ആപ്പ് ഓപ്പൺ ആയി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ഇന്നത്തെ വീഡിയോ. ഇങ്ങനത്തെ ടെക് വീഡിയോ ഡെയിലി കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം.